ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു തക്കാളി ചട്നി റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോയാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകമിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് ഉലുവയും കൂടി അതിലേക്കിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാൻ, ഉലുവ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. ഉലുവ ഒരു ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 2 കാശ്മീരി മുളക്, എരിവ് കൂടുതലായി പോകുന്നതുകൊണ്ടാണ് ഞാനിതിൽ കാശ്മീരി മുളക് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളകും എടുക്കാം. പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി, പിന്നെ 3 തക്കാളിയും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. ഈ സമയത്ത് ഉപ്പും കൂടി ചേർത്ത് തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞു വരുന്നത് വരെ ഇങ്ങനെ വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞതിന് ശേഷം ഇതൊരു മിക്സി ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുക. മിക്സി ജാറിലിട്ട് അരക്കുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയാണ് ക്യാരറ്റ് ചേർക്കുന്നത്. ക്യാരറ്റും കൂടി ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് നന്നായി ഫൈനായി അരച്ചെടുക്കുക. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് 1-2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അരച്ച് വെച്ച ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക. ദോശക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല തക്കാളി ചട്നി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.